കഴിഞ്ഞ സെഷനിൽ നമ്മൾ റെസ്റ്റ് API യൂസ് ചെയ്തു. എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള റെസ്റ്റ് API നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പോൺസ് കാണുന്നത്, റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതിൽ മെയിനായിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റാബേസുമായിട്ടുള്ള കണക്ഷൻസ് ഒന്നും നമ്മൾ ചെയ്തിരുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഡേറ്റാബേസുമായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു നോക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൊങ്കോസ് ആണ്. മൊങ്കോസ് യൂസ് ചെയ്യുമ്പോൾ MongoDBയുടെ അറ്റ്ലസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ഡേറ്റാബേസ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഡേറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പസ് എന്നുള്ള ടൂളാണ് ഡേറ്റാബേസിന്റെ കാര്യങ്ങളൊക്കെ വീവ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ നമ്മൾ MongoDBയുടെ ട്യൂട്ടോറിയൽ സെഷനിൽ ഓൾറെഡി ഉണ്ട്. സോ ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് പോകുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാളേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ മൊങ്കോസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. മൊങ്കോസ് എന്നുള്ള പാക്കേജ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം മൊങ്കോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അറ്റ്ലസിലുള്ള MongoDB അറ്റ്ലസിലുള്ള ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മൊങ്കോസ് ഇമ്പോർട്ട് ചെയ്യണം. മൊങ്കോസ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇതിലേക്ക് പോവാണ്. കണക്ട് ഓക്കെ. സോ ഞാനതിൻ്റെ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാനത് ഡയറക്റ്റ്ലി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂസർ നെയിമും പാസ്വേഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ 8000 എന്നുള്ള പോർട്ടിലേക്ക് ഞാൻ ലിസൺ ചെയ്യുന്നു. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, കണക്ഷൻ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കണക്ഷൻ എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. സോ ഇനി നമ്മൾക്ക് വേണ്ടത് നമുക്കൊരു മോഡൽ ഡിഫൈൻ ചെയ്യണം. മോഡൽ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് നമ്മൾ പോവാണ്. സോ മോഡൽസ് എന്നുള്ള ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മളിവിടെ പോസ്റ്റാണ്, പോസ്റ്റ് model.js ഞാനിവിടെ കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ് mongoose = require mongoose. ഓക്കെ, സോ ഇനി നമുക്ക് സ്കീമ ചെയ്യണം. സ്കീമ ഇവിടെ നമുക്ക് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ടൈപ്പ് സ്ട്രിംഗ് കൊടുക്കുന്നു. ട്രൂ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ടൈറ്റിലിൻ്റെ കൂടെ ഓതർ നെയിം കൊടുക്കുന്നു. ഓതർ നെയിമിൻ്റെ കൂടെ കണ്ടന്റും കൂടി കൊടുക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ മംഗൂസ് മോഡലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. മോഡലിൻ്റെ പേര് പോസ്റ്റ് എന്നാണ്. യൂസ് ചെയ്യുന്ന സ്കീമ പോസ്റ്റ് സ്കീമ. ഓക്കെ, സോ നമ്മളിവിടെ മംഗോസ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഡേറ്റാബേസിൻ്റെ മോഡൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോളറിലേക്ക് വരാം. കൺട്രോളറിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ കൺട്രോളറിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് ഞാൻ എൻ്റെ മോഡൽ ഇമ്പോർട്ട് ചെയ്യും. പോസ്റ്റ് മോഡൽ = require model/post model. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ
ഫെച്ച് ചെയ്യാനുള്ള ഒരു നമുക്ക് അതായത് ഷോ പോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷോ പോസ്റ്റ് എന്നുള്ളതിന് പകരം ഷോ പോസ്റ്റ് എന്ന് ഞാനതിനെ മാറ്റുവാണ്. നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ അവിടെ കൊണ്ടുവരണം. അപ്പം ഞാൻ എൻ്റെ റൂട്ടിൽ പോയിട്ട് ബ്ലോഗ്സിൽ പോയിട്ട് ഞാനത് റീനെയിം ചെയ്യുന്നുണ്ട്, ഷോ പോസ്റ്റ് എന്നാക്കുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ പോസ്റ്റ് ഈക്വൽ ടു പോസ്റ്റ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ നെയിം ഒന്ന് മാറ്റുവാണ്. മോഡൽ നെയിം പോസ്റ്റ് എന്നാക്കുവാണ്. പോസ്റ്റ് ഫൈൻഡ് മെത്തേഡാണ് വിളിക്കുന്നത്. ഞാൻ അവിടെ ഒരു പ്രോമിസ് വിളിക്കുന്നു. ഓക്കെ, സോ ഞാൻ റെസ്പോൺസ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് റിസൾട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാനിവിടെ റിസൾട്ട് ലോഗ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് ഞാൻ റിസൾട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും നമുക്കൊന്ന് നമ്മുടെ പോസ്റ്റ് വൺ വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ മുമ്പ് യൂസ് ചെയ്ത ഗെറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്, കഴിഞ്ഞ പാർട്ടിൽ യൂസ് ചെയ്ത ഗെറ്റ് പോസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിവിടെ ഡേറ്റ പഴയ ഡേറ്റ തന്നെ വരുന്നത്. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ റെസ്പോൺസ് എം ടി ആയിട്ടാണ് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, പക്ഷെ എറേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ക്വറി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് പോകാം. ക്രിയേറ്റ് പോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ കുറച്ച് കണ്ടന്റ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ആ കോൺഫ്ലിക്റ്റ് എല്ലാം ഒന്ന് കളയാം. ഓക്കെ, സേവ് ചെയ്യാം. അത് ഇവിടെ പാരാംസിൻ്റെ ഇവിടെ നിന്ന് വന്ന ഡേറ്റ ആണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ബോഡിയിലാണ് അയക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഡേറ്റ ഓൾറെഡി നമുക്കിവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ആയ ഡേറ്റയെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. പോസ്റ്റ് ഈക്വൽ ടു ന്യൂ പോസ്റ്റ്. ഓക്കെ, ഇവിടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ കൊടുക്കുന്നു. അതിനുശേഷം കണ്ടന്റ്, നമുക്ക് കിട്ടിയ കണ്ടന്റ്. ഓക്കെ, സോ ഇനി പോസ്റ്റ് ഡോട്ട് സേവ് മെത്തേഡ് വിളിച്ചതിന് ശേഷം നമ്മളിവിടെ ദെൻ ബ്ലോക്ക് വിളിക്കുന്നു, ക്യാച്ച് ബ്ലോക്കും വിളിക്കുന്നു. ഇവിടെ എൻ്റെ റെസ്പോൺസ് കോഡ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സക്സസ് ആണെന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. നമ്മുടെ ഷോ പോസ്റ്റിൽ റിസൾട്ട് എന്നുള്ളതിന് പകരം ഞാൻ പോസ്റ്റ് എന്നാക്കുവാണ്. പോസ്റ്റ് കുറച്ചുകൂടി മീനിങ് ആയിട്ടൊക്കെ വരാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനിവിടെ റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്കിനി നമ്മുടെ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം.
എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, റണ്ണിങ് ആണ്. നമുക്ക് പോസ്റ്റ്മാനിലേക്ക് പോവാം. പോസ്റ്റ്മാനിൽ ഞാനിത് സെൻഡ് ചെയ്യുന്നു. റിക്വസ്റ്റ് സെൻഡിങ് ആണ്. ഓക്കെ, ഇവിടെ വാലിഡേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതിന് വാലിഡേഷൻ ഫെയിൽഡ് കാണിക്കാനുള്ള ഒരു കാരണം നമ്മളുടെ ഓതർ നെയിം കൂടി കൊടുക്കണം. ഓതർ നെയിം നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. ഞാനിവിടെ author name equal to request dot body dot author name. Okay, okay, റൺ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ റോ ഡേറ്റയിൽ നമ്മളിവിടെ author name കൂടി ആഡ് ചെയ്യണം. ജോൺ ഡോയ് ആയിക്കും. സോ ജോൺ ഡോയ് എന്നുള്ളത് നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ദെൻ നമ്മൾ സെൻഡ് റിക്വസ്റ്റ് കൊടുത്ത് നോക്കാം. പോസ്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് കൺസോളിൽ എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. സോ ഞാനിവിടെ ഗെറ്റ് പോസ്റ്റ് എന്നുള്ള URL വിളിക്കുവാണ്. ഇവിടെ നോക്കിയേക്കാണ് നമ്മുടെ പോസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ID, അതുപോലെ സം ടൈറ്റിൽ, സം കണ്ടന്റ്, ജോൺ ഡോയ് എന്ന് പറയുന്ന ഓതർ നെയിം കാണാം. നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു കണ്ടന്റും കൂടി അനദർ പോസ്റ്റ് എന്ന് കൊടുക്കാം. അനദർ പോസ്റ്റ് നമ്മളൊരു പുതിയൊരു വേറൊരു പോസ്റ്റ് ആഡ് ചെയ്യുവാണ്. കണ്ടന്റ് ഗോസ് ഹിയർ. ഓക്കെ, സോ ഇത് വേറൊരു നെയിം കൊടുക്കാം. ഓക്കെ, ജോണിയുടെ ഇരിക്കട്ടെ. സോ ഞാൻ സെൻഡ് ചെയ്യുന്നു. പോസ്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. ഗെറ്റ് പോസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. സോ ഇതാ ഇവിടെ ഇതൊരു അറിയായിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പോസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത് അനദർ പോസ്റ്റ്, കണ്ടന്റ് ഗോസ് ഹിയർ, ജോണി ഡെപ്പ് എന്ന് പറയുന്ന നെയിമിൽ നമ്മുടെ ഡേറ്റ അവൈലബിൾ ആണ്. സോ നമുക്കിവിടെ നമ്മുടെ അറ്റ്ലസ് എന്നുള്ള ടൂളുണ്ട്. ടൂൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ്സിലേക്ക് നമുക്ക് പോവാം. എക്സ്പ്രസ് എന്നുള്ള ഡേറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഡേറ്റ വന്നിട്ടുണ്ടോ എന്നുള്ളത് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഡേറ്റാബേസ് ലോഡിംഗ് ആണ്. ലോഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ കളക്ഷൻ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ പോസ്റ്റ് എന്ന് പറയുന്ന കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡേറ്റ എല്ലാം കാണാൻ പറ്റണം. 2 ഡോക്യുമെന്റ്സ് ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്ത 2 ഡോക്യുമെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ.